പുറത്ത് കാറ്റ് മരച്ചില്ലകളെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല തണുത്ത കാറ്റും. സന്ദീപും മൃദുലയും അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു. സന്ദീപ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയതാണ്. മൃദുല ജനലിനോരം ചെന്ന് ആകാശത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും സന്ദീപ് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു വന്നത് അവൾ അറിഞ്ഞു. അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരിനാളം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഇന്നെങ്കിലും അവൾ സ്വയം പറഞ്ഞുപോയി. സന്ദീപ് പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. മൃദുലയുടെ തോളിൽ അവൻ്റെ കൈകൾ അമർന്നതും അവളൊന്ന് തിരിഞ്ഞ് അവനെ നോക്കി. ആ സ്പർശനത്തിൽ 1000 വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. മൃദു, സന്ദീപ് വിളിച്ചു. അവൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. അവൻ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകളുടെ ചൂട് ഏറ്റപ്പോൾ മൃദുലയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. സന്ദീപ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ ഇടതൂർന്ന മുടിയിഴകളിലൂടെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. മൃദുല അവൻ്റെ ഹൃദയമിടിപ്പ് വ്യക്തമായി കേട്ടു. അത് വളരെ വേഗത്തിലായിരുന്നു. ആ ചേർത്തുപിടിക്കലിലും തലോടലിലും അതിയായ സ്നേഹവും കരുതലും അവൾക്ക് അനുഭവപ്പെട്ടു. കിടന്നാലോ? സന്ദീപ് പതിയെ പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് തലയാട്ടി. രണ്ടുപേരും ബെഡിനടുത്തേക്ക് നടന്നു. സന്ദീപ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നതും അവളുടെ തല അവൻ്റെ നെഞ്ചോട് ചേർന്നു. അവൻ്റെ വലതുകൈ അവളുടെ തോളിലൂടെ ചുറ്റി അവളെ സംരക്ഷിക്കുന്നത് പോലെ അവനിലേക്ക് ചേർത്തു പിടിച്ചിരുന്നു. മൃദുലയുടെ ഉള്ളിൽ എന്നത്തെയും പോലെ ആ ആഗ്രഹം തിരതല്ലി. അവൻ ഒന്നുകൂടി തന്നെ ഉറുക്കെ പുണർന്നിരുന്നെങ്കിൽ, ആ സ്നേഹപ്രകടനം ഒരു പടി കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു. അതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ ആ ഒരു ചേർത്തുപിടിക്കലിൽ, തലോടലിൽ ആ സ്നേഹം പെട്ടെന്ന് ഒരു മതിലിൽ തട്ടി നിലച്ചതുപോലെ അവസാനിച്ചു. സന്ദീപിൻ്റെ വിരലുകളുടെ ചലനം നിന്നു. അവൻ്റെ ശരീരം വല്ലാതെ അയഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു. താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം സന്ദീപിൻ്റെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടാവില്ലെന്ന് അവൾക്ക് പതിയെ ബോധ്യമായി തുടങ്ങി. അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. പക്ഷേ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന പൂർണ്ണത അവനിൽ നിന്നും ഇപ്പോഴും അകന്നു നിൽക്കുകയാണ്. വർഷം 1 കഴിഞ്ഞിട്ടും. അവളിൽ നിന്നും ഒരു നെടുവീർപ്പ് അടർന്നു വീണു. പതിയെ അവളുടെ കണ്ണുകൾ നിരാശയോടെ അടഞ്ഞു വന്നു. എന്നത്തെയും പോലെ അവൾ ഉറക്കത്തിലേക്ക് വീണിരിക്കുന്നു. അവൾക്ക് അവനോട് പരാതിയില്ല, പരിഭവമില്ല. ഉള്ളിൽ കനലായി നിൽക്കുന്ന ആ ശൂന്യത മാത്രം ബാക്കി. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്നവനെ അവൾ അറിയുന്നുണ്ടായിരുന്നു. സമയം വീണ്ടും മുൻപോട്ട് പോയി. മൃദുല ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ സന്ദീപ് പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഉറങ്ങിയതുപോലെ വെറുതെ കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുട്ടിൽ സീലിംഗിലേക്ക് നോക്കി അവൻ തളർന്നു കിടന്നു. തൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചുറങ്ങുന്ന തൻ്റെ പെണ്ണിന് അവൾ അർഹിക്കുന്ന സന്തോഷം നൽകാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു. അവളോട് അത്രമേൽ സ്നേഹമുണ്ട്, ഭ്രാന്തമായ സ്നേഹം. പക്ഷേ അവൻ്റെ മനസ്സും ശരീരവും ഒരുമിച്ച് ചേർന്ന് അവനെ ചതിക്കുകയായിരുന്നു, തളർത്തിക്കളയുകയായിരുന്നു. ഇന്നത്തെ രാത്രിയും തൻ്റെ പരാജയം തിരിച്ചറിഞ്ഞ സന്ദീപിൻ്റെ കണ്ണുകൾ ആ ഇരുട്ടിൽ നിറഞ്ഞൊഴുകി. അവൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ മൃദുലയുടെ മുടിയിഴകളിൽ വീണ് തങ്ങി നിന്നു. അവൾ കാണാതെ, അവൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തു. ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്ന സന്ദീപ് ചുറ്റും നോക്കി. മൃദുലയെ കാണുന്നില്ല. ഇന്നും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നത്തെയും പോലെ അടുക്കളയിൽ ജോലിയിലായിരിക്കും, അവൻ കരുതി. അവൻ ചെന്ന് കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് വന്നു. ടീഷർട്ടും കാവി നിറത്തിലുള്ളൊരു മുണ്ടുമാണ് അവൻ്റെ വേഷം. സന്ദീപിൻ്റെ കണ്ണുകളിലെ കഴിഞ്ഞ രാത്രിയിലെ കരച്ചിലിൻ്റെ ചുവപ്പ് മാറ്റാൻ തണുത്ത വെള്ളത്തിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവനത് കാര്യമാക്കിയില്ല. അടുക്കളയിലെത്തിയപ്പോൾ മൃദുല ദോശ ചുടുന്ന തിരക്കിലാണ്. ആളുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തലയിൽ തോർത്തു കെട്ടി വെച്ചിരിക്കുന്നു. "താ, ബാക്കി ഞാൻ ചുടാം" പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ചട്ടുകം വാങ്ങി. ഇത് എന്നും പതിവുള്ളതാണ്. രാവിലെ അടുക്കളയിൽ കയറി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവളെ സഹായിക്കും. അവൻ ദോശ ചുടാൻ നിന്നപ്പോൾ അവൾ സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കാനായി പോയി. 2 പേരും ഉള്ളതുകൊണ്ട് തന്നെ പണി എളുപ്പത്തിൽ കഴിഞ്ഞു. 2 പേരും തമ്മിൽ എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട്. ചിരിക്കാനുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സങ്കടപ്പെടുത്തുന്നതും സമാധാനം കളയുന്നതുമായ കാര്യങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള കൊടുത്തിരിക്കുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞതും സന്ദീപ് ചെന്ന് വേഷം മാറി വന്നു. അവന് സ്വന്തമായി ബിസിനസ്സാണ്. ബാഗുമെടുത്ത് ഉമ്മറത്തേക്ക് നടന്ന അവൻ്റെ പിന്നാലെ തന്നെ അവളും ഉമ്മറത്തേക്ക് നടന്നു.
മുറ്റത്തേക്കിറങ്ങുന്നതിന് തൊട്ടു മുൻപ് അവൻ പെട്ടെന്ന് നിന്നു. പിന്നാലെ വന്ന മൃദുലയുടെ അരികിലേക്ക് തിരിഞ്ഞ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. മൃദുലയൊന്ന് പതിയെ കണ്ണടച്ചു. അവളുടെ ഉള്ളം പിടയുന്നുണ്ട്. ആ ചുംബനം അവൾക്ക് നൽകുന്നത് ആശ്വാസത്തേക്കാൾ കൂടുതൽ വിങ്ങലായിരുന്നു. എങ്കിലും അവൻ വിഷമിക്കാതിരിക്കാൻ അവളൊരു മനോഹരമായ പുഞ്ചിരി ചുണ്ടിലണിഞ്ഞു. അത് ഒരു ചിരിയാണെന്ന് സന്ദീപിന് തോന്നിയില്ല. അവളുടെ ഉള്ളം പിടയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ അത് സമ്മതിച്ചു കൊടുത്തു. മൃദു, അവൻ പതിയെ വിളിച്ചു. എന്താ സന്ദീപേട്ടാ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നമുക്ക് ഇന്ന് വൈകിട്ട് ഒരിടം വരെ പോകാനുണ്ട്. ഒരു 5 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തും. അപ്പോഴേക്കും മാറ്റി നിന്നേക്ക്, സന്ദീപ് പറഞ്ഞു. അവൾ സന്ദീപിനെ ഒന്ന് നോക്കി. എവിടേക്കാ പെട്ടെന്ന്? ഒന്നും പറഞ്ഞില്ലല്ലോ, അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ ഫംഗ്ഷൻ ഒന്നുമല്ല, സാധാരണ വേഷം മതി. നീ റെഡിയായിരുന്നോ? സന്ദീപ് അവൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇട കൊടുക്കാതെ പറഞ്ഞു. അവൾ പിന്നീടൊന്നും ചോദിച്ചില്ല. പോയിട്ട് വരാം, അവൻ ഒന്നുകൂടി പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി അവൾ അവിടെ തന്നെ നിന്നു. കാർ അങ്ങ് പോയി കഴിഞ്ഞതും അവൾ ചെന്ന് ഗേറ്റ് അടച്ച് അകത്തേക്ക് കയറി വാതിലടച്ചു. എന്നാലും എവിടേക്കായിരിക്കും പോകുന്നത്? അന്നത്തെ ദിവസം മുഴുവൻ അവളുടെ ചിന്ത അതുതന്നെയായിരുന്നു. എന്നാൽ അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രം. 5 മണിയാകാൻ ആയിരിക്കുന്നു. മൃദുലയുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞിരുന്നു. ഒരു കടും നീല സാരിയായിരുന്നു അവളുടെ വേഷം. കണ്ണൊന്ന് കറുപ്പിച്ചെഴുതിയിട്ടുണ്ട്. പൊട്ട് തൊട്ടിട്ടില്ല. നെറുകിൽ സിന്ദൂരമുണ്ട്. കഴുത്തിൽ സന്ദീപ് കെട്ടിയ താലിയുണ്ട്. ഒരു കൈയിൽ ചെറിയ വീതി കുറഞ്ഞൊരു വളയും മറ്റേ കൈയിൽ ഒരു വാച്ചും. മുടി കുളിർപ്പിന്നലിട്ട് വിടർത്തിയിട്ടിരിക്കുന്നു. ഇതാണ് അവളുടെ ഒരുക്കം. എങ്കിലും അവൾ അതീവ സുന്ദരിയായിരുന്നു. എന്നാലും എവിടേക്കായിരിക്കും പോകുന്നത് എന്ന ചിന്തയോടെ തന്നെ അവൾ ഉമ്മറത്ത് വന്ന് അവനെയും കാത്തിരുന്നു. അധികം വൈകിയില്ല. സന്ദീപിൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. അവൻ കാറിൽ നിന്നിറങ്ങുന്നത് നോക്കി നിന്ന അവളിൽ അവനെ കണ്ട് അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. സന്ദീപ് ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ മൃദുല അവനെ ഒന്ന് നോക്കി. ഞാൻ റെഡിയാണ്. ഇത് മതിയോ സന്ദീപേട്ടാ? അവൾ ചോദിച്ചു. സന്ദീപ് അവളെ ഒന്ന് നോക്കി. അവളുടെ ആ ശ്വാസം മുട്ടിക്കുന്ന സൗന്ദര്യം അവനെ വീണ്ടും വേദനിപ്പിച്ചു. എങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. പിന്നെ എൻ്റെ മൃദു അല്ലെങ്കിലും സുന്ദരിയല്ലേ? അവൻ അവളുടെ താടിത്തുമ്പിലൊന്ന് പിടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ തന്നെ പറഞ്ഞതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാനൊന്ന് ഫ്രഷായി വേഗം വരാം, എന്നിട്ടിറങ്ങാം, പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന കവർ അവൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം മുറിയിലേക്ക് നടന്നു. സന്ദീപ് കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും മൃദുല വൈകുന്നേരത്തെ ചായയും കട്ട്ലേറ്റും ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചിരുന്നു. മൃദുലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണിത്. സന്ദീപ് റെഡിയായി ഹാളിലേക്ക് വന്നു. നീ കഴിച്ചോ മൃദു? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇല്ല, ഒരുമിച്ച് കഴിക്കാം, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ മൃദു, എന്നെയും കാത്തു നിൽക്കേണ്ടെന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിനക്ക് ഇഷ്ടമുള്ള കട്ട്ലേറ്റ് അല്ലേ? എന്നെയും കാത്ത് അതും നോക്കി വെള്ളമിറക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ? കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. ഓ പിന്നെ, ഞാൻ വെള്ളമിറക്കിയൊന്നുമില്ല, കവിളും വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവന് ചിരി വന്നുപോയി. അവൻ കഴിക്കുന്നതിന് മുൻപ് ഒരു കഷ്ണം കട്ട്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. അവളത് വേഗം വായിൽ വാങ്ങി. എന്നും ഇങ്ങനെ തരുന്നത് പതിവുള്ളതാണ്. ഒരുമാതിരി ഗണപതിക്ക് ആദ്യം കൊടുക്കുന്നത് പോലെ. ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ചിരിയാണ് വന്നത്. എന്നും വൈകുന്നേരം വരുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കരുതാറുള്ള അവൻ്റെ ആ ശീലം ഇപ്പോഴും ഉണ്ട്. ആ കരുതൽ കാണുമ്പോൾ മൃദുലയുടെ ഉള്ളൊന്നു വിങ്ങി. ഇത്രയും സ്നേഹമുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് തന്നെ എല്ലാ അർത്ഥത്തിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്? അവൾ ചിന്തിച്ചു പോയി. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മൃദുല വീണ്ടും ചോദിച്ചു. ഇനി പറ സന്ദീപേട്ട, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതുവരെയുണ്ടായിരുന്ന അവൻ്റെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് മാറി. അവൻ്റെ കണ്ണുകളിൽ ഒരു തരം ടെൻഷൻ പടരുന്നത് അവൾ കണ്ടു. ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു. അതൊക്കെയുണ്ട്, പറയാം. അവൻ അവളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നമ്മൾ പോകുന്നത് ഒരു ഡോക്ടറെ കാണാനാണെന്ന് അവളോട് പറയാൻ എന്തോ ഒന്ന് അവനെ അനുവദിക്കുന്നില്ല. സന്ദീപിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം തന്നെ പുകയുന്നുണ്ടായിരുന്നു. താൻ ഒരു പരാജയമാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ആ യാത്ര എന്ന് അവൻ ഭയപ്പെട്ടു. എങ്കിലും മൃദുലയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ആ ഭയത്തെ മറികടക്കാൻ അവനെ പ്രേരിപ്പിച്ചു. വാതിൽ പൂട്ടി അവരിറങ്ങി. മൃദുല പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു.
ആ യാത്ര അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിലേക്കാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കാർ വലിയൊരു ഇരുമ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മൃദുലയുടെ കണ്ണുകൾ മതിലിൽ പതിപ്പിച്ചിരുന്ന ആ ബോർഡിൽ തറച്ചു നിന്നു. ഡോക്ടർ മാധവൻ നായർ, സൈക്കോ തെറാപ്പിസ്റ്റ്. മൃദുലയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൾ വിശ്വസിക്കാനാവാതെ സന്ദീപിനെ നോക്കി. സന്ദീപിൻ്റെ നെറ്റിയിലെ പേശികൾ വലിഞ്ഞു മുറുകിയിരുന്നു. സ്റ്റിയറിങ്ങിൽ അമർന്നിരുന്ന അവൻ്റെ വിരലുകൾ വെളുത്തു വിളറി. അവൻ്റെ അഭിമാനത്തിൻ്റെ അവസാന തരിയും ആ പടിവാതിൽക്കൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ അവിടെ വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തന്നെ വെല്ലായ്മയോടെ നോക്കുന്നത് അറിഞ്ഞതുപോലെ അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. "വാ, ഇറങ്ങ്," അവൻ പതിയെ പറഞ്ഞു. സന്ദീപ് ഇറങ്ങിയതിന് പിന്നാലെ മൃദുലയും കാറിൽ നിന്നിറങ്ങി. ഉമ്മറത്ത് കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തരം മാനസിക സംഘർഷങ്ങളുടെ മൂടുപടം അണിഞ്ഞവരാണെന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും. സന്ദീപ് മുറ്റത്തെ ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് നടന്നു. അവിടെയും ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ളൊരു കസേരയിലായി സന്ദീപ് ഇരുന്നതും അവൻ്റെ തൊട്ടടുത്തുള്ള കസേരയിൽ മൃദുലയും വന്നിരുന്നു. കുറേ നേരം അവർക്കിടയിൽ ഒരു മൗനം മാത്രം തങ്ങി നിന്നു. സന്ദീപ് തൻ്റെ ഷൂസിൻ തുമ്പിലേക്ക് നോക്കി ഒരു ശില പോലെ ഇരുന്നു. ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾ തനിക്ക് നേരെ വരുന്നുണ്ടോ എന്ന് അവൻ ഉള്ളുകൊണ്ട് ഭയന്നു. അവൻ്റെ മനസ്സ് ആകെ ഭാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മൃദുല പതുക്കെ അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. "സന്ദീപേട്ടാ," അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചതും അവൻ അവളെ മുഖമുയർത്തി നോക്കി. "സാരമില്ല മൃദു, ഇതൊരു രോഗമാണെങ്കിൽ ചികിത്സിച്ചല്ലേ പറ്റൂ. നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും എന്നെക്കൊണ്ട് മടുത്തു. ഈ ശൂന്യതയും നിന്റെ കണ്ണിലെ ഈ നിരാശയും കണ്ട് എനിക്ക് മടുത്തു." പറയുമ്പോൾ അവൻ്റെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനിലെ പുരുഷൻ തൻ്റെ പരാജയം ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ മൃദുലയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾക്ക് അവനോട് തോന്നിയ ദേഷ്യമോ പരിഭവമോ എല്ലാം ആ നിമിഷം അലിഞ്ഞുപോയി. പകരം വല്ലാത്തൊരു സ്നേഹവും അലിവും തോന്നി. "സന്ദീപേട്ടാ, ഇത് വേണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേനെ." അവൾ വീണ്ടും പറയാൻ തുടങ്ങിയതും സന്ദീപ് ഇടയിൽ കയറി അവളുടെ കൈ മുറുകെ പിടിച്ചു. അവൻ ആ കൈയിൽ പതിയെ തലോടി. "സാരമില്ല മൃദു, ഇത് നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. ഇത്രയും കാലം ഞാൻ വൈകിപ്പിച്ചു. ഇനി വേണ്ട." പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായാവസ്ഥയായിരുന്നു. കൂട്ടത്തിൽ വല്ലാത്തൊരു കുറ്റബോധവും. തൻ്റെ ഭാര്യയുടെ മുൻപിൽ താൻ എത്രമാത്രം ചെറുതാകുന്നു എന്ന ചിന്ത അവനെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. സന്ദീപിൻ്റെ മനസ്സിൻ്റെ ആഴം മൃദുലയ്ക്ക് അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലെ ആ ടെൻഷൻ അവളിലേക്ക് കൂടി പടർന്നുകൊണ്ടിരുന്നു. സമയം മുൻപോട്ട് പോയി. ഓരോരുത്തരായി ഡോക്ടറുടെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ വരാന്തയിലേക്ക് ഇറങ്ങി വന്ന നേഴ്സ് ആ പേര് വിളിച്ചു. "സന്ദീപ്, മൃദുല, ഉള്ളിലേക്ക് വരൂ." പെട്ടെന്ന് വിളി കേട്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. ഇത്രയും നേരം ഭയപ്പെട്ടിരുന്ന ആ നിമിഷം മുന്നിലെത്തി നിൽക്കുന്നു. സന്ദീപ് ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. പിന്നെ ഒരു ദീർഘശ്വാസം വിട്ട് മൃദുലയുടെ കൈവിരലുകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് നടന്നു. സ്വന്തം ജീവിതം ഒരു അപരിചിതന്റെ മുൻപിൽ തുറന്നു വെക്കാൻ പോകുന്നതിൻ്റെ ഭയത്തോടെ. ആ വിശാലമായ മുറിയിലേക്ക് കടക്കുമ്പോൾ സന്ദീപിൻ്റെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. തൻ്റെ ഏറ്റവും സ്വകാര്യമായ പരാജയങ്ങൾ മറ്റൊരാൾക്ക് മുൻപിൽ അഴിച്ചു വെക്കേണ്ടി വരുന്നതിൻ്റെ ജാള്യത അവനെ തളർത്തിക്കളഞ്ഞു. ഡോക്ടറുടെ മുറിയിൽ തെളിഞ്ഞ വെളിച്ചമായിരുന്നു. കസേരയിൽ പ്രായം ചെന്ന ശാന്തമായ മുഖമുള്ള ഡോക്ടർ മാധവൻ നായർ ഇരിപ്പുണ്ട്. അവർ അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹം അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സന്ദീപിൻ്റെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. മൃദുലയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പ്രയാസം നിറഞ്ഞു നിന്നു. തൻ്റെ ഭർത്താവ് ഇത്രമാത്രം തളർന്നു പോകുന്നത് കാണാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. "ഇരിക്കൂ സന്ദീപ്, മൃദുല," ഡോക്ടർ പറഞ്ഞു. അവർ ഡോക്ടർക്ക് മുൻപിലെ കസേരയിലിരുന്നു. ഡോക്ടർ സന്ദീപിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. "സന്ദീപ്, നിങ്ങളിൽ ആർക്കാണ് പ്രശ്നമെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ എനിക്ക് സന്ദീപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കണം." ഡോക്ടർ സമാധാനത്തോടെ അവനെ നോക്കി പറഞ്ഞു. താൻ പറയാതെ തന്നെ തനിക്കാണ് പ്രശ്നമെന്ന് ഡോക്ടർ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ ഒന്നുകൂടി തളർന്നു. "അത് ഡോക്ടർ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. പക്ഷേ എനിക്ക് മൃദുലയെ..." അവൻ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിർത്തി. അവൻ്റെ മുഖം ചുവന്നു തുടുത്തു. അസ്വസ്ഥത കൊണ്ട് അവൻ കൈവിരലുകൾ തമ്മിൽ കോർത്തും അയച്ചും കൊണ്ടിരുന്നു. മൃദുല അവൻ്റെ കൈകളിൽ മെല്ലെ പിടിച്ചു. അവൾക്കും അപ്പോൾ വല്ലാത്തൊരു വല്ലായ്മയും വിഷമവും തോന്നിയിരുന്നു.
ഡോക്ടർ അത് കണ്ട് പതിയെ ഒന്ന് ചിരിച്ചു. സന്ദീപ്, ഇതൊരു വലിയ രോഗമൊന്നുമല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് മൃദുലയോട് അതിയായ സ്നേഹമുണ്ടെന്നാണ്. മൃദുലയ്ക്ക് നിങ്ങളോടും, ശരിയല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ, എനിക്ക് അവളെ ജീവനാണ്, അവൾക്ക് എന്നെയും. പക്ഷേ അവന് ബാക്കി പറയാൻ ആയില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം സന്ദീപ്. തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പരിഹരിക്കാവുന്നതേയുള്ളൂ. പറഞ്ഞുകൊണ്ട് ഡോക്ടർ മൃദുലയുടെ നേരെ തിരിഞ്ഞു. മൃദുലയ്ക്ക് സന്ദീപിനോട് പരാതിയുണ്ടോ? ഡോക്ടർ ചോദിച്ചു. മൃദുല പതിയെ ഇല്ലെന്ന് തലയാട്ടി. ഇല്ല ഡോക്ടർ, എനിക്ക് പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അവൾ പറഞ്ഞതു കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. മൃദുല പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും സന്ദീപ് ഒന്നും പറഞ്ഞില്ല. അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിലെ വേദന കൂട്ടിയതേയുള്ളൂ. പിന്നെ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? മൃദുല കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കാമോ? ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടർ പറഞ്ഞതു മൃദുല സന്ദീപിനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഡോക്ടർ സന്ദീപിനോട് എല്ലാം ചോദിച്ചറിഞ്ഞു. സന്ദീപ് അവൻ്റെ മനസ്സ് തുറന്നു. കുറച്ചു സമയം കഴിഞ്ഞതും മൃദുലയെ അകത്തേക്ക് വിളിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതിക്കൊടുത്തു. കൂട്ടത്തിൽ 1-2 ടെസ്റ്റും. സന്ദീപ്, ഇതിൽ വലിയൊരു ഭാഗം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഒരു തരം പെർഫോമൻസ് ആങ്സൈറ്റി. നിങ്ങൾ വല്ലാതെ സ്ട്രെസ് എടുക്കുന്നു. ഞാൻ 2 വിധം മരുന്ന് എഴുതാം. പിന്നെ 2 ടെസ്റ്റ് ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. ഈ മരുന്നും പിന്നെ ഒരു 3 സെഷൻ കൗൺസിലിങ്ങും. അത് മതിയാകും. നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഈ ഇഷ്ടവും സ്നേഹവും ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മരുന്ന്. ഡോക്ടറുടെ ആ വാക്കുകൾ സന്ദീപിൻ്റെ ഉള്ളിൽ പെയ്ത ഒരു മഴ പോലെയായിരുന്നു. താൻ ഇത്രയും കാലം ചുമന്നു നടന്ന ആ ഭാരം ആരോ ഇറക്കി വെച്ചതുപോലെ അവന് തോന്നി. അവൻ ഡോക്ടറെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഡോക്ടറുടെ ആ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്ദീപിൻ്റെ മുഖത്ത് പുതിയൊരു ഉന്മേഷമുണ്ടായിരുന്നു. മൃദുലയ്ക്കും വല്ലാത്തൊരു സമാധാനം തോന്നി. പുറത്തിറങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ സന്ദീപ് അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. മൃദു, ഐ ആം സോറി. ഞാനിത് നേരത്തെ ചെയ്യണമായിരുന്നു മൃദു, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സാരമില്ല സന്ദീപേട്ട, എല്ലാം ശരിയാകും. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പഴയ ടെൻഷൻ അവരുടെ ഉള്ളിൽ നിന്നും എവിടെയോ പോയി മറിഞ്ഞിരുന്നു. പകരം പുതിയ പ്രതീക്ഷകൾ മുട്ടിട്ടു. വരാൻ പോകുന്ന നല്ല ദിവസങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടു തുടങ്ങി. ആ ശാന്തമായ വൈകുന്നേരം അവർക്ക് സമ്മാനിച്ചത് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ഡോക്ടറുടെ അടുത്തു നിന്നും ഇറങ്ങിയപ്പോൾ തോന്നിയ ആശ്വാസം ഒരു ഉത്സവത്തിൻ്റെ ലഹരി പോലെ സന്ദീപിൻ്റെ ഉള്ളിൽ പടർന്നു. ആകാശത്ത് ചായം കലക്കിയതുപോലെ സന്ധ്യാനേരം. സന്ദീപ് കാർ നിർത്തിയത് തൊട്ടടുത്ത ബീച്ചിലെത്തിയപ്പോഴായിരുന്നു. തിരമാലകളുടെ ഇരമ്പലും ഉപ്പുകാറ്റും അവരെ വരവേറ്റു. അധികം തിരക്കില്ലാത്ത ഒരു ഭാഗത്തേക്ക് അവർ കൈകൾ കോർത്തു പിടിച്ചു നടന്നു. അല തല്ലി വരുന്ന തിരമാലകൾ അവരുടെ പാദങ്ങളെ തൊട്ടുരുമ്മി കടന്നുപോയി. പണ്ട് കല്യാണം കഴിഞ്ഞിരുന്ന കാലത്തെ ആ പഴയ സന്ദീപിനെ മൃദുലയ്ക്ക് വീണ്ടും കിട്ടിയതുപോലെ തോന്നി. 2 പേർക്കും ഐസ്ക്രീം വാങ്ങി അവർ തിരിച്ച് കടൽ തീരത്തെ പൂഴിമണലിൽ വന്നിരുന്നു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞതും മൃദുല പതിയെ സന്ദീപിൻ്റെ തോളിലേക്ക് തല ചായച്ചതും സന്ദീപ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ വിരലുകൾ അവളെ തഴുകിക്കൊണ്ടിരുന്നു. എല്ലാം ശരിയാകും മൃദു, നമ്മളും ജീവിക്കും, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. ആ വാക്കുകളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. മൃദുല മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം അവൻ്റെ അരയിലൂടെ പിടിച്ച തൻ്റെ പിടിയൊന്നുകൂടി മുറുക്കി. ഇങ്ങനെയുള്ള ചേർത്തുപിടിക്കലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നതിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളെ അവർ നേരിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന ബോധ്യം. താങ്ക്സ് മൃദു, എല്ലാം സഹിച്ചതിന്, എന്നെ വിട്ടുപോകാതിരുന്നതിന്, അവൻ പതിയെ പറഞ്ഞു. അങ്ങനെയാണോ എന്നെ കണ്ടത്? ഞാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചോ? അവനെ നോക്കാതെ കടലിലേക്ക് നോക്കി തന്നെയാണ് അവൾ അത് ചോദിച്ചത്. ഇല്ല, പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊത്തിരി സങ്കടം തോന്നാറുണ്ട്. ശരിക്കും നിന്നെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ചു സമയം അവരങ്ങനെയിരുന്നു. അപ്പോഴാണ് അതിലെ 2-3 പേർ നടന്നു പോയത്. കുറച്ച് മുൻപോട്ടേക്ക് പോയതും അതിൽ ഒരാളൊന്ന് നിന്നു. അവൻ്റെ നോട്ടം വീണ്ടും ഇവരിലേക്ക് തന്നെ വന്നു വീണു. എടാ സന്ദീപേ, അവൻ വിളിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് നടന്നു. ആ വിളി കേട്ടതും സന്ദീപ് തലയുയർത്തി നോക്കി. മുൻപിൽ തൻ്റെ പഴയ സുഹൃത്ത് സൂരജ്.
ജീൻസും ടീഷർട്ടും ധരിച്ച് കയ്യിലൊരു കൂളിംഗ് ഗ്ലാസുമായി അവൻ നിൽക്കുന്നു. അല്പം അകലെയായി അവൻ്റെ മറ്റു കൂട്ടുകാരുമുണ്ട്. സൂരജ്, നീ എപ്പോൾ വന്നു? സന്ദീപ് അത്ഭുതത്തോടെ എഴുന്നേറ്റു. അവർ കൈകൾ കൂട്ടിമുട്ടിച്ച് കെട്ടിപ്പിടിച്ചു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം. ഇവിടെയാ അവൻ്റെ പെണ്ണ്. ഞാൻ മാത്രമല്ല, ദേ അവരുമുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒന്നിങ്ങോട്ടേക്ക് ഇറങ്ങിയതാ, സൂരജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് സന്ദീപിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മൃദുലയിലേക്ക് സൂരജിൻ്റെ കണ്ണുകൾ എത്തിയത്. മൃദുല അവനെ നോക്കി ഒന്ന് ചിരിച്ചതും സൂരജിൻ്റെ മുഖത്തെ ഭാവം മാറി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ ആ സൗന്ദര്യത്തിൽ അവൻ ഒരു നിമിഷം തറഞ്ഞുപോയി. ഇത് മൃദുല, എൻ്റെ വൈഫ്. സന്ദീപ് അവളെ പരിചയപ്പെടുത്തി. സൂരജ് പെട്ടെന്ന് തന്നെ സ്വയം ഒന്ന് നിയന്ത്രിച്ച് ചുണ്ടിലൊരു ചിരി വരുത്തി. മൃദു, ഇത് സൂരജ്, എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ്. സൂരജിനെയും സന്ദീപ് പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ മൃദുല. സന്ദീപേ, നീ ഭാഗ്യവാനാണല്ലോ. ഇത്രയും സുന്ദരിയായ ഭാര്യയാണല്ലോ നിനക്ക് കിട്ടിയത്. അവനൊരു തമാശ രൂപേണയാണ് അത് പറഞ്ഞതെങ്കിലും അവൻ്റെ നോട്ടം മൃദുലയുടെ മുഖത്ത് തന്നെയായിരുന്നു. മൃദുല അവനെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. എന്തോ അവൻ്റെ ആ നോട്ടത്തിൽ അവൾക്ക് ഒരു അസ്വസ്ഥത തോന്നി. സന്ദീപിൻ്റെ ആ പഴയ നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെ ലോകത്തേക്കല്ല, മറിച്ച് മറ്റൊരു രീതിയിലാണ് സൂരജ് നോക്കുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി. കല്യാണം കഴിഞ്ഞോ സൂരജിൻ്റെ? മൃദുല പതിയെ ചോദിച്ചു. ഇല്ല മൃദുല, ഇതുവരെ ഒന്നും ശരിയായില്ല. പറ്റിയ ഒരാളെ കണ്ടുമുട്ടിയില്ലെന്ന് പറയുന്നതാവും ശരി. സൂരജ് മൃദുലയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. സന്ദീപ് അതൊന്നും ശ്രദ്ധിച്ചില്ല. തൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിലായിരുന്നു അവൻ. നീ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ? നാളെ ഞായറാഴ്ചയല്ലേ? നീ എന്തായാലും വീട്ടിലേക്ക് വരണം. നമുക്കൊന്ന് കൂടാം. മൃദുല നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, അല്ലേ മൃദു? സന്ദീപ് പറഞ്ഞുകൊണ്ട് മൃദുലയോട് ചോദിച്ചു. തീർച്ചയായും, മൃദുല പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോകുന്നില്ല സന്ദീപേ. എൻ്റെ അപ്പച്ചിയുടെ വീട് ഇവിടെയാണല്ലോ. അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടേ പോകൂ. ഈ മാസം ലാസ്റ്റ് ഞാൻ ഗൾഫിലേക്ക് പോകുകയാണ്. അപ്പോൾ അതിനു മുൻപ് എല്ലായിടത്തും ഒന്ന് പോകണം. സൂരജ് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് അത് പറഞ്ഞത്. പക്ഷേ സന്ദീപിനും മൃദുലയ്ക്കും അത് മനസ്സിലായില്ല. സൂരജിൻ്റെ ചുണ്ടിൽ ഒരു വല്ലാത്ത പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ തങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഏതോ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സന്ദീപും മൃദുലയും അറിഞ്ഞില്ല ആ സമയം. അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ സന്ദീപ് ആവേശത്തിലായിരുന്നു. തൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുന്നതിൻ്റെ സന്തോഷമായിരുന്നു അവന്. രാവിലെ മുതൽ മൃദുല അടുക്കളയിൽ തിരക്കിലായിരുന്നു. സന്ദീപ് നിർബന്ധിച്ചതുകൊണ്ട് അവൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന വിഭവങ്ങൾ തന്നെ തയ്യാറാക്കാൻ അവൾ തീരുമാനിച്ചു. സന്ദീപ് ഇടയ്ക്കിടെ അടുക്കളയിലേക്ക് വന്ന് അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം അവൻ വല്ലാതെ മാറിയിരിക്കുന്നു. അവൻ്റെ ഉള്ളിലെ ആ പഴയ കുറ്റബോധം പതിയെ മാറുന്നതിൻ്റെ ഒരു തെളിച്ചം കൂടി ആ മുഖത്തുണ്ടായിരുന്നു. മൃദു, സൂരജിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. നീ അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉണ്ടാക്കണേ. സന്ദീപ് അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞു. മൃദുലയൊന്ന് ചിരിച്ചു. സന്ദീപേട്ടൻ പോയി ഈ മുണ്ടൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്. ആ സൂരജ് ഇപ്പോൾ ഇങ്ങെത്തും. അവൾ പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഏകദേശം 11 മണിയായപ്പോൾ മുറ്റത്ത് ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. സൂരജ് എത്തിയിരിക്കുന്നു. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച് വല്ലാത്തൊരു പ്രസരിപ്പോടെയാണ് അവൻ അകത്തേക്ക് കയറി വന്നത്. ഡാ സന്ദീപേ, നിന്റെ വീട് കൊള്ളാമല്ലോടാ. നല്ല ഐശ്വര്യമുള്ള വീട്. സൂരജ് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ കണ്ണുകൾ തിരഞ്ഞത് മറ്റൊരാളെയായിരുന്നു. മൃദുല ചായയുമായി ഹാളിലേക്ക് വന്നു. നീല നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയിരിക്കുന്നു. അവളെ കണ്ടതും സൂരജിൻ്റെ സംസാരം ഒന്ന് തടസ്സപ്പെട്ടു. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം ആഴമുണ്ടായിരുന്നു. മൃദുലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന ഒന്ന്. ഇരിക്കൂ സൂരജ്, അവൾ ചായ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് മൃദുല. ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ടതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ന്. സൂരജ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. സന്ദീപ് അത് കേട്ട് ഉറക്കെ ചിരിച്ചു. നീ ഇങ്ങനെ അവളെ പൊക്കല്ലേടാ, സന്ദീപ് കളിയോടെ പറഞ്ഞു. അവർ പിന്നെയും കുറേ നേരം പഴയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പഴയ വികൃതിത്തരങ്ങളും കൂട്ടുകാരെക്കുറിച്ചുമൊക്കെ സന്ദീപ് വാചാലനായി. സൂരജ് സന്ദീപിനോടാണ് സംസാരിക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ അവൻ്റെ ശ്രദ്ധ മൃദുലയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവൾ അടുക്കളയിലേക്ക് പോകുമ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു.
ഊണിൻ്റെ സമയമായപ്പോൾ സന്ദീപ് അവനെ ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചു. മൃദുല അവർ രണ്ടു പേർക്കും വിളമ്പിക്കൊണ്ടിരുന്നു. മൃദുലയും ഇരിക്കൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, സൂരജ് നിർബന്ധിച്ചു. ഇരിക്കും മൃദു. സന്ദീപ് പറഞ്ഞതനുസരിച്ച് അവളും മനസ്സില്ലാ മനസ്സോടെ അവർക്കൊപ്പം ഇരുന്നു. ഭക്ഷണത്തിനിടയിൽ സൂരജ് തൻ്റെ പഴയ പ്രണയത്തെക്കുറിച്ചും താൻ ഇപ്പോഴും സിംഗിളായി തുടരുന്നതിനെക്കുറിച്ചും തമാശയായി പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ സന്ദീപേ, നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. പോരാത്തതിന് നല്ല കൈപുണ്യവും, സൂരജ് പറഞ്ഞു. എന്നിട്ട് അവൻ മൃദുലയെ നോക്കി ചോദിച്ചു, മൃദുലയ്ക്ക് സന്ദീപിനെക്കുറിച്ച് പരാതികളൊന്നുമില്ലല്ലോ അല്ലേ? ആ ചോദ്യം സന്ദീപിനെ ഒന്ന് തളർത്തി. അവൻ അറിയാതെ മൃദുലയെ നോക്കിപ്പോയി. കഴിഞ്ഞ രാത്രികളിലെ തൻ്റെ പരാജയങ്ങൾ അവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. മൃദുല അത് തിരിച്ചറിഞ്ഞു. മേശയ്ക്കടിയിലൂടെ അവൾ സന്ദീപിൻ്റെ കയ്യിൽ പതുക്കെയൊന്ന് പിടിച്ചു. എനിക്കെന്തിനാ സൂരജ് പരാതി? സന്ദീപേട്ടൻ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സന്ദീപേട്ടനല്ല ഭാഗ്യവാൻ, ഞാനാണ് ഭാഗ്യവതി, സന്ദീപേട്ടനെ പോലെ ഒരാളെ കിട്ടിയതിൽ, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സന്ദീപിൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു ആശ്വാസം പടർന്നിട്ടുണ്ട്. പക്ഷേ സൂരജിൻ്റെ ഉള്ളിൽ ആ മറുപടി മറ്റൊരു ചിന്തയ്ക്കാണ് വഴിവെച്ചത്. അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയത്? ഇന്നലെ ബീച്ചിൽ വെച്ച് കാണുന്നതിനു മുൻപ് തന്നെ സന്ദീപിൻ്റെ കാർ ആ ക്ലിനിക്കിന് അകത്തേക്ക് കയറി പോകുന്നത് കണ്ടത് സൂരജ് ഓർത്തെടുത്തു. സന്ദീപ് അത് അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം. ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം വരെ സൂരജ് അവിടെ ചെലവഴിച്ചു. പോകുമ്പോൾ അവൻ സന്ദീപിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ഡാ, നമ്മളിനി ഇടയ്ക്കിടെ കാണണം. നിങ്ങളൊരു ദിവസം വീട്ടിലേക്ക് വരൂ. സൂരജ് പറഞ്ഞപ്പോൾ സന്ദീപ് നിറഞ്ഞ ചിരിയോടെ അത് സമ്മതിച്ചു. സൂരജ് പോയി കഴിഞ്ഞപ്പോൾ സന്ദീപ് മൃദുലയോട് പറഞ്ഞു, സൂരജ് ആളൊരു പാവമാണ് മൃദു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ പറയുമെന്നേയുള്ളൂ. മൃദുല അതിനൊന്നും പറഞ്ഞില്ല. സൂരജിൻ്റെ പെരുമാറ്റവും നോട്ടവും ആലോചിക്കുമ്പോൾ അവൾക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നി. സൂരജിൻ്റെ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു സൗഹൃദമായിരുന്നില്ല എന്ന് അവളുടെ പെൺമനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം സൂരജ് വീണ്ടും വന്നു. അതും സന്ദീപ് ഇല്ലാത്ത നേരത്ത്. മൃദുല ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ സൂരജാണ്. സന്ദീപ് ഇല്ലേ? ചോദിച്ചുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി. സന്ദീപ് അവിടെയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ വന്നതെങ്കിലും വെറുതെ ചോദിച്ചു. അവൾ സൂരജിനെ ഒന്ന് നോക്കി. ഇല്ല, വന്നിട്ടില്ല, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവൾക്കുള്ളിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നി. മൃദുല പറയാതെ തന്നെ സൂരജ് അകത്തേക്ക് കയറി സോഫയിലേക്കിരുന്നു. അവൻ അവളുടെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അല്ല, വീട്ടിൽ വന്നിട്ട് ഒന്നും കുടിക്കാൻ തരുന്നില്ലേ? സൂരജ് ചോദിച്ചു. സോറി, മറന്നു, ഞാൻ കുടിക്കാനെടുക്കാം, പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ചെറുനാരങ്ങയെടുത്ത് വെള്ളം കലക്കുമ്പോഴാണ് പിറകിലെ കാലനക്കം അവൾ ശ്രദ്ധിച്ചത്. അവൾ തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോൾ സൂരജാണ്. ആള് അടുക്കളയിലേക്കും വന്നിരിക്കുന്നു. അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേനെ. അവൻ അടുക്കളയിലേക്ക് വന്നത് മൃദുലയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഓ, അത് സാരമില്ലെന്നേ, പറഞ്ഞുകൊണ്ട് സൂരജ് സ്ലാബിന്മേൽ ചാരി നിന്നു. സന്ദീപ് വലിയ ഭാഗ്യവാനാണ് മൃദുല. പക്ഷേ ചില കാര്യങ്ങളിൽ അവൻ അത്ര മിടുക്കനല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂരജിൻ്റെ ആ വാക്കുകൾ കേട്ട് മൃദുല ഒന്നു നിന്നു. സൂരജ് എന്താ ഉദ്ദേശിച്ചത്? അവൾ ചോദിച്ചു. അല്ല, സന്ദീപിന് എപ്പോഴും ജോലി ജോലി എന്നാണ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ അവൾക്ക് വേണ്ട സമയം നൽകാൻ അവന് കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സൂരജിൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു സഹതാപം നിഴലിച്ചു. അങ്ങനെയൊന്നുമില്ല സൂരജ്, അത് സൂരജിന് വെറുതെ തോന്നുന്നതാണ്. സന്ദീപേട്ടന് എന്നോട് വലിയ സ്നേഹമാണ്, മൃദുല പറഞ്ഞുകൊണ്ട് വെള്ളം ഒന്നുകൂടി ഇളക്കി അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി. ശേഷം ഒരു പ്ലേറ്റിൽ ചിപ്സും കൂടി എടുത്ത് അതും കൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു. സൂരജ് വിട്ടില്ല. അവനും അവൾക്ക് പിറകെ നടന്നു. സ്നേഹം ഉണ്ടായിട്ട് മാത്രം പോരല്ലോ മൃദുല, ആ സ്നേഹം പ്രകടിപ്പിക്കാനും അറിയണ്ടേ? അല്ല, അത് പോട്ടെ, ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ആ ചോദ്യം കേട്ട് മൃദുലയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീഴാൻ പോയി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. സൂരജ്, നിങ്ങൾ എന്താ പറയുന്നേ? ഏത് ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവളൊന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. അവളുടെ വെപ്രാളം കണ്ട് സൂരജ് വിജയിയെപ്പോലെ ഒന്ന് ചിരിച്ചു. ഡോക്ടർ മാധവൻ നായർ. അന്ന് ക്ലിനിക്കിലേക്ക് നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിരുന്നു.
ഒരു കാര്യവുമില്ലാതെ വെറുതെ നിങ്ങൾ അവിടെ പോകൂ. നിങ്ങളിൽ ആർക്കാണ് കുറവെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് സന്ദീപിന് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പാവം സന്ദീപ്, അവന് എന്തോ കുറവുണ്ടല്ലേ. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നീ സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സൂരജ് പറയുന്നത് കേട്ട് മൃദുലയുടെ മുഖം വിളറി വെളുത്തു. തങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം മറ്റൊരാൾ അറിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം അവളെ തളർത്തിക്കളഞ്ഞു. സൂരജ് പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. മൃദുല, നീ എന്നോട് ഒന്നും ഒളിക്കേണ്ട. എനിക്ക് നിന്റെ സങ്കടം മനസ്സിലാകും. ഒരു പെണ്ണിന് വേണ്ടത് വെറും വാക്കുകളല്ലെന്ന് എനിക്കറിയാം. സൂരജിന്റെ സംസാരം അതിരുകൾ കടക്കുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലൂടെ അലയുന്നത് കണ്ടപ്പോൾ മൃദുലയ്ക്ക് അറപ്പ് തോന്നി. സൂരജ്, ദയവ് ചെയ്ത് സന്ദീപിനെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. വേറൊന്നും പറയാനില്ലെങ്കിൽ സൂരജിന് പോകാം. എനിക്ക് കുറച്ച് പണിയുണ്ട്. അവൻ അവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുപോലെ അവൾ പറഞ്ഞു. സാരമില്ല മൃദുല, എനിക്ക് മനസ്സിലാകും. ഞാനെല്ലാം അറിഞ്ഞതിൻ്റെ വിഷമം നിനക്കുണ്ടാകും. സാരമില്ല, നീ ഇപ്പോൾ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ സൂരജ് നാരങ്ങവെള്ളം എടുത്തു കുടിച്ചു. നല്ലതാ, വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് സൂരജ് പുറത്തേക്ക് നടന്നു. അവൻ്റെ വണ്ടിയുടെ ശബ്ദം അകന്നു പോയപ്പോൾ അവളൊരു തളർച്ചയോടെ സോഫയിലേക്കിരുന്നു പോയി. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. സൂരജ് തങ്ങളുടെ രഹസ്യം അറിഞ്ഞത് സന്ദീപേട്ടനോട് പറയണോ? പറഞ്ഞാൽ സന്ദീപേട്ടൻ എത്രമാത്രം തകർന്നു പോകും. തൻ്റെ പരാജയം മറ്റൊരാൾ അറിഞ്ഞെന്ന് കേൾക്കുമ്പോൾ സന്ദീപേട്ടൻ്റെ ഇപ്പോഴുള്ള ആത്മവിശ്വാസം പോലും ഇല്ലാതാകും. അന്ന് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഉള്ള അവസ്ഥ താൻ കണ്ടതല്ലേ. അവളുടെ ചിന്തകൾ ഒരെത്തും പിടിയും കിട്ടാത്തതുപോലെ അലഞ്ഞു നടന്നു.